എങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സുകളെ നമുക്ക് മനസ്സിലാക്കി അവയെ പരിഹരിക്കാം? ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ടോക്കുകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓരോ സമയത്തും നമ്മൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സംസാരങ്ങൾ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഏതൊരു പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഏതൊരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മോട് പറയുന്ന സംഭാഷണങ്ങളെ നിരീക്ഷിക്കുക. ഇത്തരം സംഭാഷണങ്ങളിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നു, പല കാര്യങ്ങളെ ന്യായീകരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ മറ്റുള്ളവരോട് പറയും ഇപ്പോൾ സമയം അത്ര നല്ലതല്ല, ഇപ്പോൾ ഗവൺമെൻറ് നയങ്ങൾ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ സാഹചര്യം പോരാ, മഴയൊക്കെയാണ്, പ്രശ്നങ്ങളും, ഇങ്ങനെയൊക്കെ പല ന്യായവാദങ്ങളും നമ്മൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ന്യായങ്ങളെ കൂട്ടുപിടിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോലിയോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഇമോഷണൽ റെസ്പോൺസിനെ ഒന്ന് നിരീക്ഷിക്കുക. ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, പേടിയുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. ഇത്തരം ഇമോഷണൽ റെസ്പോൺസുകൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സുകളാണ്. ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സുകളെ കൃത്യമായി കണ്ടെത്തി അവയെ പ്രൊഫഷണലായ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും നേടിയെടുക്കാൻ സൈഡ് ടോക്കിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സൈഡ് ടോക്കിൽ പങ്കെടുക്കാനായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.